ഹലോ ഹായ് ബിലാൽ ഫാത്തിമ ബ്ലോഗിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു മിക്സിയിൽ ഉണ്ടാക്കണ ബുൾസൈയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മയോണൈസാണ്. അപ്പോൾ നമ്മൾ ബുൾസൈ ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കട്ടായി പോയതാണ് അത്. ഓക്കെ, പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോ കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് കുറച്ചുകൂടെ പാൽ ഒഴിക്കുകയാണ്. നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂണോ മതിയാവും കേട്ടോ. നമുക്ക് ഒരു 2 ടീസ്പൂൺ ഒഴിച്ചെടുക്കാം. നമുക്ക് ഒരു പ്രാവശ്യം അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ അതേ ടെക്സ്ചർ. വേണമെങ്കിൽ കുറച്ചുകൂടെ കട്ടിയാക്കാം കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഓയിൽ ഒഴിച്ച് അടിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കട്ടിയാവും. ഒന്നുകൂടെ അടിച്ചെടുക്കാം അല്ലേ. നമ്മളിപ്പോൾ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തുള്ളൂ കേട്ടോ. നമുക്ക് ഒരു 1/2 ടീസ്പൂണും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമ്മളതിലോട്ട് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ച് മിക്സിയിൽ നിന്ന് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചൊരു കുഞ്ഞ് ടീസ്പൂണിന് ചെറിയ ടീസ്പൂണ് വിനാഗിരി ഒഴിക്കണേ. എൻ്റെ കയ്യിൽ വിനാഗിരി ഇല്ല, ഞാനപ്പോൾ ഒഴിച്ചിട്ടില്ല. പക്ഷേ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. അതേ ടെക്സ്ചറാണ് കേട്ടോ. അത് സെയിം തന്നെ. പൊട്ടറ്റോ ഇട്ടാണെന്ന് തോന്നുന്നേ ഇല്ല. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് എന്തിലെങ്കിലും ഉണ്ടാക്കിയത് നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിക്കട്ടെ നോക്കാമല്ലോ. അപ്പോൾ കുറച്ച് ചിക്കൻ പൊരിക്കാൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നേ. അപ്പോൾ അത് വേഗം പൊരിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യം കുറച്ച് മയോണൈസ് അങ്ങനെ തേച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഭയങ്കര ഹെൽത്തി ആട്ടോ. ഒട്ടും ഓയിലില്ല. ആകെ ഒരു 2 ടീസ്പൂൺ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ അതും തന്നെയല്ല, ഇത് അൺഹെൽത്തി ആയിട്ടൊന്നുമില്ല. അപ്പം നല്ലതാണ്. അപ്പം നമ്മൾ ഇതൊന്ന് ആദ്യം മയോണൈസ് തടവിയിട്ട് അതിലോട്ട് നമ്മൾ ചിക്കനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ്. വേറെ വെജിറ്റബിളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. നമുക്ക് വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാൻഡ്വിച്ച് പോലെയൊക്കെ ഉണ്ടാക്കായിരുന്നു. ഇതും ഒരു ചിക്കൻ സാൻഡ്വിച്ചായ പോലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് സെറ്റ് ചെയ്യണേ. ഓക്കെ, അതിൻ്റെ മുകളിൽ നമുക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഒഴിക്കണോണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തു നോക്കി. അപ്പോൾ ഓക്കെയാണ്, അവർക്കും കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ പുറത്തൊന്നും മയോണൈസ് വാങ്ങണ്ട, ഒത്തിരി ഓയിൽ ഒഴിച്ച് ഉണ്ടാക്കണ്ട. അപ്പം നമുക്ക് ഇതെങ്ങനെയുണ്ട്, നന്നായിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ഒന്ന് ക്ലോസ് ചെയ്യണേ. ഒരു ബ്രെഡ് കുറവുണ്ട് കേട്ടോ, അത് ചൂടാക്കണം. ഇപ്പം അതിന് ടൈമില്ല. അപ്പം നമുക്ക് അടിപൊളിയായ ഒരു മയോണൈസ് നമ്മുടെ ഈസി മയോണൈസ് റെഡിയാണ്. ബുൾസൈയും കൊണ്ട് നല്ലൊരു സാൻഡ്വിച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കുട്ടികൾക്കായാലും ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാ ചാനലും പോലെ നമ്മൾക്കും ഇതൊന്ന് മുന്നോട്ടെടുക്കണം താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം. താങ്ക് യു.